നമ്മുടെ എല്ലാം തിരക്ക് പിടിച്ച ജീവിതമാണ്. ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ? ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടുപ്പെന്ന് പറഞ്ഞാൽ മടുപ്പിൻ്റെ എക്സ്ട്രീമിലായിരുന്നു ഞാൻ. കാരണം നമുക്ക് വേറെ ഒന്നും എൻജോയ് ചെയ്യാനില്ല. ഓഫീസ്, റൂം, വീട്. ഞാൻ റൂമെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ജോലി ഷിഫ്റ്റ് എന്ന് പറയുന്നത് രാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഈ 12 മണി കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലൊരവസ്ഥയിൽ 35 കിലോമീറ്റർ യാത്ര ചെയ്ത് വീട്ടിലെത്താനുള്ളൊരു പോസിബിൾ അല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഓഫീസിനടുത്ത് തന്നെ റൂം എടുത്ത് ഞാൻ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓഫീസ് റൂമാണെങ്കിൽ ഭയങ്കര മടുപ്പ്, ഓഫീസാണെങ്കിൽ അതിൽ വലിയ മടുപ്പ്. ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ വീട്ടിലേക്കാണ് ഓടി വരുന്നത്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയായിട്ട് ഒരു ദിവസം ഇരിക്കും, പിറ്റേ ദിവസം രാവിലെ പിന്നെയും പോരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യമാണ്, മടുപ്പിൻ്റെ എക്സ്ട്രീം എത്തുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം, എനിക്ക് വേണ്ടി ഒന്ന് സമയം കണ്ടെത്തണം, എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം, എനിക്കിഷ്ടപ്പെട്ട സിനിമ കാണണം, എനിക്കിഷ്ടപ്പെട്ട ബീച്ചിൽ പോയിരിക്കണം, എനിക്കിഷ്ടപ്പെട്ടവരൊക്കെ പോയി കാണും. ഇതെല്ലാം ഞാൻ എന്നും മടുപ്പിൻ്റെ അങ്ങേയറ്റെത്തുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും എനിക്കിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, എനിക്ക് എത്രയും വർഷം ഞാൻ കേരളത്തിലുണ്ടായിട്ട് പോലും എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കിട്ടുന്ന പൈസ, പിന്നെ കൂട്ടുകാരൊക്കെ വിളിക്കും കേട്ടോ ട്രിപ്പ് പോകാനൊക്കെ, പക്ഷേ ഞാൻ മാക്സിമം ഒഴിവായി നിൽക്കും. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന് പൈസ തന്നെയാണ്. കാരണം മാസം ആദ്യം കിട്ടുന്ന, എത്ര പട്ടിപ്പണി എടുത്താലും മാസം ആദ്യം കിട്ടുന്ന തുച്ഛമായ ശമ്പളം പകുതി മുക്കാലും ലോണ്, EMI, കടം എന്നൊരു 3 സാധനങ്ങളിൽ പോകും. ബാക്കി ഉണ്ടാകുന്ന തുച്ഛമായ തുക നമുക്ക് അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചിലവ് വീട്ടിലെ ആവശ്യങ്ങളിലേക്കൊക്കെ പോകും ബാക്കിയുള്ള എമൗണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ വട്ടപ്പൂച്ചയായി. പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് സ്ട്രഗ്ലിംഗ് ആണ്. നമ്മൾ ആ ഒരു മാസം തള്ളി നീക്കാൻ നമ്മൾ പെടാപ്പാട് പെടുകയാണ്. ഒരു നേരം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള, ചിലപ്പോൾ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് കാരണം അത്രയും നമ്മൾ പിശുക്കി ജീവിക്കുന്ന, അപ്പോൾ ഇത്രയും പൈസ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തത്തിൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിപ്പ് എന്നുള്ള കാര്യം ആരെങ്കിലും പറയുമ്പോഴേ ഞാൻ അതിനകത്ത് മാറി നിൽക്കുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി എങ്ങനെയും കടം വാങ്ങിച്ച് പോകാമെന്ന് കരുതിയാൽ തന്നെ രണ്ടാമത്തെ കാര്യം മടി വരും. ഞാനാണെങ്കിൽ അത്യാവശ്യം ഇൻട്രോവേർട്ടിലാണ്. ഇപ്പം ഞാൻ വീഡിയോസിൽ എൻ്റെ മുഖം കാണിക്കാത്തത് പോലും അതുകൊണ്ടാണ്. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ ഞാനിങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. എനിക്കതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ആൾക്കാരെ കാണുക എന്ന് പറയുന്നതിന് എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ ഞാൻ കമ്പനി ആയാൽ നല്ല കമ്പനിയാണ് ഞാൻ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എനിക്ക് എന്നോട് തന്നെ ഒരു ഭയങ്കര മതിപ്പ് തോന്നിയെന്ന് പറയുന്നതാണ് സത്യം. ഞാൻ പക്ഷേ പറഞ്ഞ പോലെ നാട്ടിലും വലിയ സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനൊന്ന് ജോലിക്ക് കയറി റിലാക്സായി വരുവാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഇത്ര നാൾ ഇവിടെ വന്നിട്ടും എനിക്ക് യൂറോപ്പ് ഒന്ന് മനസ്സ് തുറന്ന് കണ്ണ് തുറന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ജോലി ആവാത്തത് കൊണ്ട് തന്നെ. ഇപ്പം ജോലിയായി ഒന്ന് റിലാക്സ് ചെയ്ത് വരുന്നു. നാട്ടിലേക്ക് പൈസ അയക്കാനുള്ളതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയ്ക്ക് എല്ലാം ഈ പറഞ്ഞ എല്ലാ മാസവും സ്ട്രഗിൾ തന്നെയാണ്. ഇവിടെ വന്നിട്ട് പക്ഷേ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കയ്യിൽ കാശ് കിട്ടും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ജോലി ഇപ്പോൾ പട്ടിപ്പണിയാണെങ്കിലും കട്ടപ്പണിയാണെങ്കിലും എന്താണെങ്കിലും ശരി, അതിനുള്ള പൈസ നമുക്ക് കൈ കിട്ടും. നാട്ടിലേക്ക് അയക്കാനുള്ളതും എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പൈസയും എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നാട്ടിലാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് അവധിയാണ്, എനിക്ക് ഇന്ന് പോകണ്ട. അപ്പം ഞാൻ ഇന്ന് ഓർത്തു, നാട്ടിലെ പോലെ ഇരുന്ന് മടുപ്പായി പോകരുതെന്ന് കരുതിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇപ്പോൾ എൻ്റെ നാട്ടുകാർ ഇവരാണല്ലോ, അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണാം. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് വീഡിയോസ് എടുക്കാം, എൻ്റെ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഗൂഗിൾ ഒരു നിയറസ്റ്റ് പ്ലേസ് കാണിച്ചു തന്നത്. അതാണ് ഹഹ ഹൗസ്, അതായത് ഹഹ മ്യൂസിയം. ഇവിടെ എന്താണ് അതിൻ്റെ സംഭവം എന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടതൊരു മ്യൂസിയമാണ്. ഇതുപോലെ സ്ട്രെസ്സ്, ഫ്രസ്ട്രേഷൻ, പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇടമാണെന്നൊക്കെയാണ് ഗൂഗിൾ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കണ്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഹഹ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. 2025 ജനുവരി 10 അന്താരാഷ്ട്ര ചിരിദിനത്തോടനുബന്ധിച്ചാണ് ഈ മ്യൂസിയം തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. വന്ന് കാണുന്നവരിൽ, അതായത് സന്ദർശകരിൽ, വിനോദവും ചിരിയും സന്തോഷവും ഉണർത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ ഹഹ ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ മ്യൂസിയം കാണാൻ പോവുകയാണ്. ഓക്കെ, ഇതിപ്പോൾ 2 നിലകളിലായിട്ടാണ് കാണുന്നത്. ഇവിടേക്ക് എത്തുന്ന സന്ദർശകരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും 40-ലധികം പ്രദർശനങ്ങളാണ് ഇവിടെ ഉള്ളത്. പലതരത്തിലുള്ള അനുഭവങ്ങൾ നൽകുന്ന 8 തീമാറ്റിക് സോണുകളാണ് മ്യൂസിയത്തെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ആനന്ദങ്ങൾ, നമുക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് സോൺ, നമ്മൾ സർപ്രൈസ് ആക്കുന്ന സോണാണത്. അതുപോലെ നമ്മുടെ ഉള്ളിലെ ഹാസ്യ കഥാപാത്രത്തെ പുറത്തു കൊണ്ടുവരുന്ന മേക്ക് ഓവർ സോൺ, പിന്നെ സന്ദർശകൻ്റെ നർമ്മവും ബുദ്ധിയും പരീക്ഷിക്കുന്ന സംവേദനാത്മക ഗെയിമുകളുള്ള ചലഞ്ച് സോൺ എന്നിങ്ങനെ പല തരത്തിലുള്ള സോണുകളായിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഫോട്ടോ സോൺ, ഇല്യൂഷൻ സോൺ, ഫൺ ഫാക്ട് സോൺ, ലാഫർ തെറാപ്പി സോൺ, ചിൽ സോൺ എന്നിങ്ങനെ വേറെയും തിമാറ്റിക് സോണുകളുണ്ട്.
ആളുകളെ ചിരിയിലൂടെ സുഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കോവിഡ് മഹാമാരി വെല്ലുവിളി ഉയർത്ത സമയത്താണ് ആൻഡ്രിയ ഗോലിബിച്ചിൻ എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് ഈ ഹൗസ് എന്ന് പറയുന്നത്. ചിരിയിലൂടെ ആളുകൾക്ക് ആശ്വാസവും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്ന ഒരിടമാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ക്രൊയേഷ്യയിലെ സാഗ്രബിലെ ഗജേവ സ്ട്രീറ്റിലാണതുള്ളത്. ഇവരുടെ വെബ്സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്നതാണ്. ജോലിയുടെ സമ്മർദ്ദം കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രൊയേഷ്യയിലെ സാഗ്രബിലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അടുത്ത യാത്ര നേരെ ഹൗസിലേക്ക് പോകുന്നു. എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് കയറി എല്ലാം ഒന്ന് കണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ.